പറയുവാൻ പോകുന്ന കഥയുടെ പേരാണ് ആരതി. അങ്ങോട്ട് നോക്കൂ. ഒരു ദേവാലയം. ആ ദേവാലയത്തിൽ നിന്നും കുറച്ചകലെയായി വള്ളിപ്പടപ്പുകളും വൻമരക്കൂട്ടങ്ങൾ കൊണ്ടും ഒരു ഭയാനകമായ അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ്. സമയം പാതിരായോടടുത്തു. കുറുക്കന്റെ ഓരിയിടിയിലും രാപ്പാടികളുടെ ശബ്ദകോലാകലവും ചീവീടിന്റെ ചേരുവകളുടെയെല്ലാം ശബ്ദങ്ങൾ കൊണ്ടും മനുഷ്യ മനസ്സിനെ ഉൾക്കടിനെ കൊള്ളിക്കുന്ന ആ പ്രദേശത്ത് അതാ ഒരു പെൺകുട്ടി ഓടി വരികയാണ്. അവളുടെ ലക്ഷ്യം എന്തായിരിക്കും? അങ്ങ് അകലെയാ കാണുന്ന മണിമാളിയുടെ മട്ടുപ്പാവിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പാടി: വടക്കു ഭാഗത്ത് അല്പമകലെയായി വാനമ്പാടി എന്ന ഒരു കൊച്ചു ഗ്രാമം. കുന്നുകളും മലകളും പൊന്മേടുകളും. ആ കുന്നിന്റെ ചരിവിലായി ഒരു കൊച്ചുകുടിൽ. ആ കൊച്ചുകുടിലാണ് നമ്മുടെ കഥാനായികയും തന്റെ പിതാവും താമസിക്കുന്നത്. അവളുടെ പിതാവിനെ പറ്റി പറഞ്ഞാൽ, അവൾ ആ പിതാവ് ആ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു സഹായിയാണ്. എന്ത് കാര്യവും ആർക്കും ചെയ്തു കൊടുക്കുന്ന നല്ല മനസ്സുള്ള ഒരു പിതാവ്. പ്രത്യേകിച്ച് ആ വനത്തിലെ എല്ലാ കാര്യങ്ങളും ആ പിതാവിന് നല്ല വ്യക്തമായി അറിയാം. അവിടെ വരുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും നല്ല ഒരു ഹൃദയത്തിന്റെ ഉടമയാണ്. അങ്ങനെ അവളുടെ പിതാവും താമസിക്കുന്ന ആ കുടിലിനെ പറ്റി പറഞ്ഞാൽ, അവളുടെ അമ്മ വിറക് പെറുക്കുവാൻ പോയപ്പോൾ പന്നിക്ക് വെച്ച തോട്ടാപ്പൊട്ടി മരണമടഞ്ഞു. അന്ന് മുതൽ അവളുടെ പിതാവ് അവളെ അല്ലലറിയാതെ വളർത്തി. അവള് ആ നാട്ടിലുള്ള എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി. അവിടെയുള്ള ഓരോ വ്യക്തികൾക്കും അവൾ കണ്ണിലുണ്ണിയാണ്. അങ്ങനെ അവൾ കൂട്ടുകാരുമൊത്ത് ഓടിയും ചാടിയും കളിച്ച് ഇന്ന് അവൾ സല്ലപിച്ച് നടന്ന് അവളെ കണ്ടാൽ വളരെ സുന്ദരിയാണ്. അവളെ പറ്റി പറഞ്ഞാൽ, നീണ്ടു ചുരുണ്ട മുടിയും വാർമഴവില്ലാത്ത പുരിയപ്പൊടിയും
ചെന്തണ്ടിപ്പടം പോലത്തെ കവിളുകളെല്ലാം കൊണ്ടും ആരെയും അധസ്മിക്കുന്ന അധസ്പടങ്ങൾ കൊണ്ടും അവൾ ഒരു അപ്സര കന്യയാണോ എന്ന് തോന്നിപ്പോകും. അവളെ പറ്റി പറഞ്ഞാൽ ദൂരത്തിൽ നിന്നും ഒരു കുതിരക്കുളമ്പടി ശബ്ദം കേൾക്കുന്നു. ആ കുതിര വന്ന് നിൽക്കുന്നത് ആ പുൽമേഞ്ഞ വീടിന്റെ അരികിലാണ്. അതിൽ നിന്നും വരുന്നതാണ് നമ്മുടെ കഥാനായകൻ. സുന്ദരനാണ്, സുമുഖനാണ്. അവൻ മെല്ലെ താഴെ ഇറങ്ങി ആ കുടിലിന്റെ അരികിലേക്ക് ചെന്നു. ഇവിടെ ആരുമില്ലേ? നമ്മുടെ കഥാനായിക ഇറങ്ങി വന്നു. ഇതാണോ രാമന്റെ വീട്? അതെ. നിങ്ങൾ ആരാണ്? ഞാനാണ് ഇവിടെ പുതിയതായി ചാർജ് എടുത്തു വന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ. എൻ്റെ പേര് രാജേന്ദ്രൻ. കുട്ടിയുടെ പേരെന്താണ്? എൻ്റെ പേര് ആരതി. അച്ഛൻ ഇവിടെ ഇല്ലേ? അച്ഛൻ ഇവിടെ ഇല്ല. അച്ഛൻ പുറത്തേക്ക് പോയിരിക്കുകയാണ്. എന്നാൽ ഞാൻ പോയി വരട്ടെ. അച്ഛൻ വരുമ്പോൾ ഞാൻ വന്നിരുന്നു എന്ന് പറയണം. അങ്ങനെ പതിവായി രാജേന്ദ്രൻ വരുവാൻ തുടങ്ങി. മാസങ്ങൾ കടന്നുപോയി. അവരുടെ കണ്ണുകൾ ഇടഞ്ഞു, ഹൃദയങ്ങൾ കൈമാറി. അങ്ങനെ രാജേന്ദ്രന്റെ ഓർമ്മകളുമായി 6 ദിവസങ്ങൾ തള്ളി നീക്കി. അങ്ങനെ ആരതിയെ കണ്ട് രാജേന്ദ്രൻ മടങ്ങി പോകുമ്പോൾ അതാ വനത്തിനുള്ളിൽ ഒരു ശബ്ദം കേൾക്കുന്നു. അവൻ അവിടേക്ക് ചെന്നു. കുറെ മനുഷ്യർ ചന്ദനത്തടി മുറിച്ചു മാറ്റുന്നത് കണ്ടു. നിർത്തൂ, സാധ്യമല്ല, ഇത് മുറിച്ചു മാറ്റുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. പെട്ടെന്ന് അവരുമായി വാക്കുതർക്കമായി. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അതേപ്പറ്റി മത്സരിച്ച് സംസാരിച്ചു. പെട്ടെന്ന് അവർ പറഞ്ഞു, ഈ നാട്ടിലെ പ്രമാണിയായ കണ്ണൻ മുതലാളി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ തടി മുറിച്ചു മാറ്റുന്നത്. സാധ്യമല്ല, ഇത് ഞാൻ മുറിച്ചു മാറ്റുവാൻ സമ്മതിക്കുകയില്ല. അങ്ങനെ അവര് വാക്കുതർക്കത്തിലായി. അവരങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായി പോരാടി. അതിനുശേഷം രാജേന്ദ്രൻ തിരികെ മടങ്ങി. അവൻ തിരികെ പോയത് ആരതിയുടെ അരിയിലേക്കായിരുന്നു. ആരതിയെ ചെന്ന് കണ്ട് വിവരങ്ങളെല്ലാം ധരിപ്പിച്ചു. രാജേട്ട, അവർ ഒന്നും ചെയ്യാൻ മടിക്കാത്തവരാണ്. അവരുമായി ഏറ്റുമുട്ടരുത്. രാജേന്ദ്രൻ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കുവാൻ പറ്റില്ല.
അവരോട് എതിർക്കരുതേ. അവൾ രാജേന്ദ്രനോട് താണു പറഞ്ഞു. പക്ഷേ രാജേന്ദ്രൻ സമ്മതിച്ചില്ല. സാധ്യമല്ല ആരതി, ഞാൻ ഈ കാര്യം വിട്ടുകൊടുക്കയില്ല. ഇതെന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമാണ്. അതൊരിക്കലും നടക്കുകയില്ല. അങ്ങനെ ആരതിയുമായി സംസാരിച്ച് അവർ പിരിഞ്ഞു. അവർ പോകുന്ന വഴിയിൽ കണ്ണൻ മുതലാളിയുടെ കാര്യസ്ഥനെ കണ്ടു. മിസ്റ്റർ സാർ മാളികയിലേക്ക് ചെല്ലണമെന്ന് കണ്ണൻ മുതലാളി പറഞ്ഞു. അവൻ പിറ്റേന്ന് കണ്ണൻ മുതലാളിയെ കാണുവാൻ ചെന്നു. രാജേന്ദ്രനെ കണ്ടുടനെ കണ്ണൻ മുതലാളി രാജേന്ദ്രനെ സ്വീകരിച്ചു. മിസ്റ്റർ രാജേന്ദ്രൻ, കയറിയിരിക്കൂ. സാർ, എന്നെ വിളിച്ചത് എന്താണെന്ന് പറയൂ. ഞാൻ വിളിച്ചത്, എന്നോട് കൂടെ നിന്നാൽ താങ്കൾക്ക് ഗുണമുണ്ടാവും. മറിച്ച് എന്നോട് മത്സരിച്ചാൽ അത് നിങ്ങൾക്ക് ദോഷമായി തീരും. അങ്ങനെ രാജേന്ദ്രൻ ഒന്നും പറയാതെ തിരികെ മടങ്ങി. അവൻ പോകുമ്പോൾ കണ്ണൻ മുതലാളിയുടെ ഏകമകൾ പ്രമീള ആ മാളികയുടെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവളുടെ ഹൃദയത്തിൽ ആ രൂപം പതിച്ചു. അവൾ തീരുമാനിച്ചു, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു പങ്കാളി ഉണ്ടെങ്കിൽ അത് അദ്ദേഹം മാത്രമായിരിക്കും. അവൾ അങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കി. നമ്മുടെ കഥാനായകൻ രാജേന്ദ്രനാകട്ടെ പതിവായി ആരതിയെ കാണാറുള്ള ആ കുടിലിനകത്ത് അടുത്തുള്ള മരച്ചുവട്ടിൽ അവർ പതിവായി സംസാരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് സംസാരിച്ച് തിരികെ രാജേന്ദ്രൻ പോയി. പിറ്റേന്ന് പ്രഭാതം പൊട്ടിവിടർന്നു. അതാ വാതുക്കൽ ആരോ മുട്ടിപ്പടിക്കുന്നു. രാജേന്ദ്രൻ ഇറങ്ങിച്ചെന്നു. ഒരാൾ വാതുക്കൽ നിൽക്കുന്നു. സാർ,